ഹലോ നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മളിങ്ങനെ കേരളത്തിൻ്റെ പുറത്ത് നിന്നിട്ട് കേരളത്തിനെ അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു വീക്ഷണം, ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുന്നുള്ളത്. അത് കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തിൻ്റെയും പുറത്ത് നിന്ന് നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് നമ്മളെ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യാസം വരും. കാരണം ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറേ ചിന്താഗതി നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തിലാണെങ്കിൽ ലോകം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ള രീതിയിലും നമ്മൾ കണക്കിലെടുക്കണം പലപ്പോഴും. ഇപ്പോൾ ഞാൻ ഇന്നിങ്ങനെ കേരളത്തിൽ എന്താ നടക്കണമെന്നുള്ളതിനെ അറിയാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയല്ല ഇപ്പോൾ കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് ന്യൂസ് വരുന്നതെന്നുള്ളത്. അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. ഒന്ന് ഒരു ന്യൂസ് വന്നത് കേരള മുഖ്യമന്ത്രി ആർപ്പോ ആർത്തവം എന്ന് പറഞ്ഞ പരിപാടിക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത. അതിൻ്റെ മുകളിൽ ആൾക്കാർക്ക് എതിർപ്പും അങ്ങനെയൊക്കെയുള്ള ചർച്ച. പിന്നെ ഏറ്റവും വലിയ ശിവലിംഗം കേരളത്തിലാണെന്ന് പറഞ്ഞു. ഈ രണ്ട് വാർത്തയും വായിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് അത് നോക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് മുഖ്യമന്ത്രി ആർപ്പോ ആർത്തവത്തിന് പോയില്ല, അതിനെന്തര ഒച്ചമൊളി ഉണ്ടാക്കുന്നത്? ഏറ്റവും വലിയ ശിവലിംഗം കേരളത്തിലാണ്, എന്താ ഇപ്പം ഇത്ര പറയാനുള്ളത് അതിനെ പറ്റിയിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതേമാതിരി തന്നെ ഒരു അടുത്ത ന്യൂസ് ഞാൻ വായിച്ചത്, പ്രളയം കഴിഞ്ഞിട്ട് 6 മാസമായി. അന്ന് പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച പല ആൾക്കാർക്കും ഇന്നും അതിൻ്റെ സഹായം മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അവരിന്നും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതിൽ നിന്നും കരകയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രളയം മാതിരി ഒരു സംഭവം വന്നിട്ട് അതിൻ്റെ മുകളിൽ ദുരിതം അനുഭവിക്കാത്ത ആൾക്കാർ പുതിയ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി. അതായത് നമ്മളെ ഓർമ്മശക്തി വളരെ കുറവാണ്. നമ്മളെ ഒരു സാധനം ഇമ്പാക്റ്റ് ചെയ്തിൽ നമ്മളെ മറക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ, ഒരു ജനത എന്നുള്ള രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊടുക്കണം. അതായത് ഇങ്ങനെ പ്രളയം ഉണ്ടായിരുന്നു, അന്ന് കേരളത്തിൽ മൊത്തം പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വന്നീനു എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ വേറൊരു ന്യൂസ്, കേരളത്തിലാണിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് അവർ ഏറ്റവും വലിയ, അതായത് ഒരു ഇൻക്യുബേറ്ററും ഇന്നൊവേഷൻ സെൻറ്ററും ഒക്കെ വെച്ചിട്ട് ഇന്ന് ഒരു ആശയം ഉണ്ടെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷവും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യവും കേരളത്തിലുണ്ടെന്നുള്ളത്. എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു, അതിന് സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, 25 കൊല്ലം മുമ്പേ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് REC കഴിഞ്ഞിട്ട് ഞാനൊരു സംരംഭം എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് കോഴിക്കോട് തുടങ്ങിയിട്ടായിരുന്നു. അന്ന് നമുക്കൊരു ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് 3 മാസം 4 മാസം അലയേണ്ടി വന്നിട്ടുണ്ട്. എത്ര സ്ഥലങ്ങൾ പോയിട്ടാണ് ഒരു ഫോൺ കിട്ടാൻ വേണ്ടി, ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി. അന്നും ഞാൻ സർവീസ് ഇൻഡസ്ട്രിയിലായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കി വിൽക്കലായിരുന്നുണ്ടെങ്കിലും കൂടുതലൊരു സർവീസ്, അസംബ്ലി ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയാണ്. അല്ലാണ്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഇന്നൊവേറ്റീവായിട്ട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്നൊരു ആശയമുണ്ടെങ്കിലും അതിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് 25 വർഷം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇന്ന് ലോകത്തിൽ മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലും ബാക്കി രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ, ആശയമുള്ള ആൾക്കാർക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത്. അത് ഇൻക്യുബേറ്റേഴ്സ് ആയാലും ശരി, ടെക്നോളജി പാർക്കുകളായാലും ശരി, എന്ത് രീതിയിലാണെങ്കിലും. അപ്പോൾ ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, നമുക്ക് ആ കാലത്ത് നമുക്ക് വല്ല ആശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിന്, ആശയങ്ങൾ ഉണ്ടായിന്, അന്ന് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതൊക്കെ ആലോചിക്കും. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു സംഭവം, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പുറത്തുനിന്ന് കേരളത്തിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് മുന്നോട്ട് നിന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിലാണെന്നുള്ള ആ ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന സംഭവം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി എന്ന കമ്പനി. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക നേതാക്കളെയും അതേമാതിരി സ്ഥാപനങ്ങളെയും നാളത്തെ ഫ്യൂച്ചറിൽ എന്ത് നടക്കും, ടെക്നോളജി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ കൊച്ചു കേരളത്തിൽ, എൻ്റെ നാട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പര സന്തോഷമായിട്ടുള്ള സംഭവം മാറില്ല. കാരണം എന്താ പറഞ്ഞാൽ, ഇന്നൊവേഷൻ അവിടുന്ന് വരും. ഇപ്പോൾ ഈ മൊത്തം ലോകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്നോളജിയും മെഡിസിനും തമ്മിലുള്ള ഒരു മാരേജ്, അതേമാതിരി ക്ലൈമറ്റിന് വേണ്ടി, എൻവയൺമെൻറ്റ്, എഡ്യൂക്കേഷൻ, എന്തൊക്കെ കാരണങ്ങളിൽ എത്ര രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്.
ഇപ്പോൾ വലിയ വലിയ നൂറ്റാണ്ടുകളായിട്ടോ വർഷങ്ങളായിട്ടോ ഉണ്ടായിട്ടുള്ള ചില ഇൻഡസ്ട്രീസ്, അതായത് ഇനി ആർക്കും ഈ മേഖലയിലേക്ക് കയറാൻ പറ്റില്ല, ഈ വലിയ കമ്പനികൾ ഇങ്ങനെ അടച്ച് ഭരിച്ചിരുന്ന മേഖലകളിലേക്ക് 1 2 3 സുഹൃത്തുക്കൾ ഒരാശയവുമായി വന്നിട്ട് ആ മേഖലയെ തന്നെ താറുമാറാക്കി പുതിയ ജോലി സാധ്യതകളും എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ലോകം മാറുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ കേരളം മാറുക എന്നുള്ള സംഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, മിസ്സായി പോകും. അങ്ങനെ മിസ്സാവാണ്ടിരിക്കണം. വളരെ സന്തോഷമുണ്ട് അത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളം, ഉണരുന്ന കേരളം, ഉയരുന്ന കേരളം അല്ലേ? ശരി, എന്നാൽ അങ്ങനെയൊക്കെ.